വയനാട് മാനന്തവാടിയിൽ ബി.ജെ.പി. പ്രചാരണ ബോർഡുകൾ പിടിച്ചെടുക്കാൻ പോലീസ് ശ്രമം. ഇതിനെ തുടർന്ന് മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനുമായ കെ. സുരേന്ദ്രനും പോലീസും തമ്മിൽ തർക്കമുണ്ടായി. ബി.ജെ.പി. തമിഴ്നാട് അധ്യക്ഷനും കോയമ്പത്തൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായിരുന്ന കെ. അണ്ണാമലയെ സ്വാഗതം ചെയ്തുകൊണ്ട് മാനന്തവാടിയിൽ ബി.ജെ.പി. സ്ഥാപിച്ച പ്രചാരണ ബോർഡുകൾ നീക്കിയതിനാണ് തർക്കത്തിലേക്ക് നയിച്ചത്. അനാവശ്യമായി ബോർഡുകൾ നീക്കം ചെയ്തതിനെതിരെ ബി.ജെ.പി. നേതാക്കളും സംസ്ഥാന സെക്രട്ടറി കെ. സുരേന്ദ്രനും പോലീസുമായി വാക്കേറ്റമുണ്ടായി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അണ്ണാമലയുടെ റോഡ് ഷോ ഇന്ന് മാനന്തവാടിയിൽ നടക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ബി.ജെ.പി. പ്രവർത്തകർ റോഡിൽ ബോർഡുകൾ സ്ഥാപിച്ചത്. ബോർഡുകൾ സ്ഥാപിച്ച സ്ഥലത്തെ ചൊല്ലിയാണ് ബി.ജെ.പി. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡും ചേർന്ന് രാത്രി 9:30 മണിയോടുകൂടിയാണ് ബോർഡുകൾ നീക്കം ചെയ്തത്. കെ. സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ തന്നെ ബി.ജെ.പി. പ്രവർത്തകർ ബോർഡുകൾ നഗരത്തിൽ മാറ്റി സ്ഥാപിച്ചു. പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി ബോർഡുകൾ സ്ഥാപിച്ചെന്ന പരാതിയിലാണ് നടപടി. പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലത്തു നിന്നും ഉദ്യോഗസ്ഥരും പോലീസും പിന്മാറി. ഇടത് വലത് മുന്നണികളോടുള്ള വയനാടൻ ജനതയുടെ വെറുപ്പ് കെ. സുരേന്ദ്രന് അനുകൂലമായി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കാത്തതും വന്യമൃഗശല്യവും കാട്ടാന ആക്രമണവുമൊക്കെയായി വയനാട് പ്രതിഷേധത്തിന്റെ ചൂടിലാണ്. കേന്ദ്രത്തിന്റെ ഇടപെടൽ കാരണം ഈ ഇലക്ഷനിൽ ബി.ജെ.പിക്ക് വയനാട്ടിൽ ഗുണം ചെയ്യുമെന്നാണ് കാണുന്നത്. വയനാട്ടിൽ എം.പി. എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ അഭാവം വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. വയനാട്ടിൽ കാട്ടാന ആക്രമണവും വന്യജീവിയുടെ ആക്രമണവും അതിലൂടെ മരണങ്ങളും സംഭവിച്ചിട്ടും രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുകയോ എം.പി. എന്ന നിലയിൽ നഷ്ടപരിഹാരവും നൽകുകയോ ചെയ്തിട്ടില്ല എന്നത് വയനാട്ടിൽ വോട്ടർമാരെ ചിലപ്പോൾ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചേക്കുമെന്നത് ഒരു കാര്യമാണ്. ഇപ്രാവശ്യം വയനാട്ടിൽ ത്രികോണ മത്സരവും ഇഞ്ചോടിഞ്ച് പോരാട്ടവും നടക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.